ഗ്രാമ്യ ഭംഗി തുളുമ്പുന്ന നാടൻ പ്രണയത്തിന്റെ ചൂടും ചൂരും സന്നിവേശിപ്പിച്ചാണ് എം സിന്ധുരാജ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. തനി കേരളീയ നാട്ടിൻപുറത്തിന്റെ ഭംഗി തെല്ലും ചോർന്നു പോകാതെ പകർത്തുന്ന ശ്രദ്ധയിലാണ് ഛായാഗ്രാഹകൻ വിജയ് ഉലകനാഥ്. പേര് സൂചിപ്പിക്കുന്ന എൽസമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പുതുമുഖം ആൻ അഗസ്റ്റിനാണ്. മലയാളത്തിലെ പ്രമുഖ നടനും നിർമ്മാതാവുമൊക്കെയായ അഗസ്റ്റിന്റെ മകളാണ് ആൻ. കുഞ്ചാക്കോ ബോബനാണ് ചിത്രത്തിലെ നായകനായി അഭിനയിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചുവന്ന കുഞ്ചാക്കോ ബോബന് മലയാളത്തിൽ വീണ്ടും തിരക്കേറുമ്പോൾ വളരെയേറെ ശ്രദ്ധേയമായി മാറാൻ സാധ്യതയുള്ള ചിത്രം കൂടിയാണ് ഇത്. ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന എൽസമ്മ എന്ന ആൺകുട്ടി, ഈ ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പാല് കച്ചവടം ചെയ്യുന്ന ഒരു ക്ഷീര കർഷകന്റെ വേഷമാണ് അതിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പാൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉണ്ണികൃഷ്ണനെ നാട്ടുകാർ പാലുണ്ണി എന്നാണ് വിളിക്കാറ്. ഒരു മലയോര കർഷക പ്രദേശമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അവിടെ ബാലംപിള്ള സിറ്റി എന്നൊരു ചായക്കട നടത്തുന്ന ബാലംപിള്ള സിറ്റി എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കവല. ഈ ഗ്രാമവും ഏതാണ്ട് ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. എൽസമ്മ എന്ന് പറയുന്ന നായികയും ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പാൽക്കാരനും, ഇവരിൽ രണ്ടുപേരിലൂടെയാണ് ഈ ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നതും ഈ ഗ്രാമം ഉണരുന്നതും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ വളരെ വേഗമേറിയ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്ന, അല്ലെങ്കിൽ കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ സുഖവും അതിൻ്റെ മനോഹാരിതയും വളരെ ഭംഗിയായിട്ട് എടുത്തു കാണിക്കുന്ന, നമ്മൾ പ്രേക്ഷകർക്ക് അനുഭവവേദ്യമാക്കുന്ന ഒരു സിനിമയായിരിക്കും എൽസമ്മ എന്ന ആൺകുട്ടി. ലാൽ ജോസ് സാറ് സംവിധാനം ചെയ്യുന്ന എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ഈ ചിത്രത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് തോമാച്ചൻ എന്നാണ്. ശരിക്കും ഒരു ബ്രോക്കറാണ്. ഈ ബാലംപിള്ള സിറ്റിയിലെ ഏത് പെൺപിള്ളേർ കല്യാണം കഴിക്കണമെങ്കിലും അത് ഞാൻ വഴി തന്നെ പോകണം. കാര്യം 3% ഇപ്പോൾ ബ്രോക്കർക്ക് കമ്മീഷൻ. അപ്പോൾ ബ്രോക്കർ പറയുന്നത് അപ്പാടെ വിശ്വസിക്കുന്ന കുറേ ജനങ്ങളുണ്ട്. ഇവിടെ വളരെ ഹ്യൂമറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഹ്യൂമറിന് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് ഈ തോമാച്ചൻ്റേത്. എൻ്റെ പേര് വാണി കിഷോർ. ഞാനിപ്പം ലാൽ ജോസ് സാറിൻ്റെ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന മൂവിയാണ് ഇപ്പം ചെയ്യുന്നത്. ഇതിനു മുമ്പേ VK പ്രകാശ് സാറിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞ മൂവി ചെയ്തു. ഈ മൂവി ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഡെഫിനറ്റ്ലി ലാൽ സാറിൻ്റെ മൂവി ആയതുകൊണ്ടും ഞാനതിനകത്ത് എൽസമ്മ എന്ന ക്യാരക്ടറിൻ്റെ അനിയത്തിയായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിനകത്ത് ട്രീസ എന്നാണ്. നല്ലൊരു രസകരമായ മൂവി ആയിരിക്കും ഇത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ആക്ച്വലി, ആൻഡ് ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ്. താങ്ക് യു. ഇതൊരു ഹൈ റേഞ്ചിൽ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ ഗ്രാമപ്രദേശത്തിൻ്റെ കഥയാണ്. ഗ്രാമത്തിൻ്റെ പേര് ബാലൻപിള്ള സിറ്റി എന്നാണ്. ബാലൻപിള്ള സിറ്റി എന്ന് പേര് വരുന്നത് ഗ്രാമത്തിലെ പ്രമുഖ വാറ്റുകാരനും കുടിയനുമായിരുന്ന പൂക്കുല വർക്കി ആദ്യത്തെ ചായക്കട ബാലംപിള്ള ടീ സ്റ്റാളിൻ്റെ ബോർഡിനടിയിൽ കരിക്കട്ട കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബാലംപിള്ള സിറ്റി എന്ന് എഴുതി വെച്ചു. പിന്നീട് അത് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ പേരായി മാറി. ഒരിക്കലും സിറ്റി ആവാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലം അങ്ങനെ ബാലംപിള്ള സിറ്റി, BP സിറ്റി എന്നൊക്കെ അറിയപ്പെട്ടു. ചിത്രത്തിലെ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് ഇന്ദ്രജിത്താണ്. നെടുമുടി വേണു, സുരാജ് വെഞ്ഞാറമൂട്, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, മണിപിള്ള രാജു, മണിക്കുട്ടൻ, ജനാർദ്ദനൻ, വാണി കിഷോർ, മൃദുല നായർ, ശാലിനി, അഞ്ജന, ഗീതാ നായർ, ഉണ്ണിമായ, സീമാജി നായർ,
KPC ലളിത, ശ്രീദേവി ഉണ്ണി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു. വിനോദ് ഷൊർണൂരാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ.